ഇങ്ങനെ ഒരു ഇടത്ത് ഇരിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷം. ആ, ഇങ്ങനൊരു വേദി രൂപപ്പെടുത്തിയ ബുക്ക് പ്ലസിന് സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. അബൂബക്കർ മാഷ് പറഞ്ഞതുപോലെ ഒരു റാക്കിൽ ഇരിക്കാൻ കെൽപ്പില്ലാത്ത വിധം ചെറുതായ ഒരു പുസ്തകത്തിനെ അതിൻ്റെ അകത്തിന് കനമുണ്ട് എന്ന് വായിച്ച് തിരിച്ചറിഞ്ഞ് സ്വീകരിച്ച് പ്രസിദ്ധപ്പെടുത്തി പൊതുജനങ്ങളിലേക്ക് എത്തിച്ച ബുക്ക് പ്ലസിന് വലിയ സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. പുസ്തകം പരിചയപ്പെടുത്തിയ പ്രകാശിപ്പിച്ച പോക്കർ മാഷിനും പുസ്തകത്തെ അതിൻ്റെ ഏറ്റവും ആഴത്തിൽ ചെന്ന് വായിച്ച് അറിഞ്ഞ് അതിൻ്റെ കോട്ടങ്ങളും അതിൻ്റെ മെച്ചങ്ങളും മാഷ് അതെങ്ങനെ വായിച്ചു എന്നുള്ളതിനെ വളരെ 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 ഉള്ളിൽ നിന്ന് പറഞ്ഞ അബൂബക്കർ മാഷിനും കൂടെ പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ട സന്തോഷ് മാഷിനും പുസ്തകം ഏറ്റുവാങ്ങി പരിചയപ്പെടുത്തിയ ബിന്ദു ടീച്ചർക്കും ഇവിടെ എത്തിയ എല്ലാവർക്കും വലിയ സ്നേഹം മാത്രമാണ് പറയാനുള്ളത്. പുസ്തകം സംവദിക്കും വായിക്കുന്ന എല്ലാവരോടും. ആ നിലയിലുള്ള ഭാഷ രൂപപ്പെടുത്താൻ വേണ്ടി ഞാൻ പൊതുവെ ശ്രമിക്കാറുണ്ട്. ഞാൻ പരപ്പനാടിന്റെ ചരിത്രം ആണ് എൻ്റെ ഒരു പുസ്തകം ആയിട്ട് വന്നിട്ടുള്ളത്. ഞാൻ അത് ഗവേഷണ പ്രബന്ധത്തിന്റെ പുസ്തക രൂപമായിരുന്നു. അത് എഴുതിയപ്പോൾ ഞാൻ ആഗ്രഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് വായിക്കുന്ന പരപ്പനാട്ടുകാർക്ക് അത് മനസ്സിലാവണം എന്നത് മാത്രമായിരുന്നു. ഏത് യൂണിവേഴ്സിറ്റിയിൽ അവതരിപ്പിക്കുമ്പോഴും ഏത് യൂണിവേഴ്സിറ്റിയുടെ റാക്കിൽ ഇരിക്കുമ്പോഴും അത് വായിക്കുന്ന മനുഷ്യർ പരപ്പനങ്ങാടിയിലെ മനുഷ്യരായിരിക്കുമെന്നും അവർക്കത് തടസ്സം കൂടാതെ വായിക്കാനാവണമെന്നുമുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഭാഷ നിലനിർത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അത് ഈ പ്രബന്ധത്തിലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ആശയങ്ങൾ, ഞാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വേഗം വേഗം പറഞ്ഞു തീർക്കണമെന്ന് ഉള്ളിൽ വിചാരിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് എനിക്ക് വെള്ളം ചേർക്കാൻ പറ്റാതെ പോകുന്നത്. അത് വായനയെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളത് എനിക്ക് പലരും പലതരത്തിൽ പറയാറുണ്ട്. കുറച്ചും കൂടെ വിശദമാക്കി പറഞ്ഞുകൂടായിരുന്നോ എന്നൊക്കെ ചോദ്യങ്ങൾ നിരന്തരം വരാറുണ്ട്. പക്ഷെ ഈ വെള്ളം ചേർക്കുമ്പോ ഞാൻ പറയുന്നതിന്റെ കനം കുറഞ്ഞു പോകുമോ, അല്ലെങ്കിൽ അത് അങ്ങനെ അല്ലാതായി പോകുമോ എന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരു സ്വയം ആവലാതിയൊക്കെ എനിക്ക് വരുന്നത് കൊണ്ടാവാം ഭാഷ അങ്ങനെയായി പോകുന്നത് എന്നൊരു സ്വയം വിമർശനം മാത്രമായിട്ട് എടുക്കുന്നു. പിന്നെ ഇവിടെ വരണമെന്ന് വലിയ ആഗ്രഹത്തോടെ പുസ്തകം വളരെ കാര്യമായി വായിച്ച ഒരാളായിരുന്നു മനോജ് മാഷ്. വരണം എന്നുള്ള വിചാരത്തോടെ അല്ല വായിച്ചത്. പുസ്തകം ആദ്യമേ വായിച്ചു, ഇങ്ങനെ ഒരു പരിപാടിക്ക് എന്തായാലും പങ്കെടുക്കണം എന്ന് വലിയ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ മാഷ്ക്ക് സാങ്കേതികമായ ചില കാര്യങ്ങൾ കൊണ്ട് വരാൻ പറ്റിയില്ല. മാഷ്ടെ കുറിപ്പ് വായിച്ചു. അതിലും കുറച്ച് വിമർശനങ്ങളുണ്ട്. അതിനെ ചിലതൊക്കെ വീണ്ടും ആലോചിച്ചും പഠിച്ചും തിരുത്തേണ്ട വിചാരങ്ങളാണ്. അതിന് ഞാൻ ശ്രമിക്കാമെന്ന് പറയുന്നു. ഇത്രയൊക്കെ പറഞ്ഞാൽ മതിയായിരിക്കും. കാരണം എൻ്റെ പുസ്തകത്തിന്റെ ജീവാത്മാവും പരമാത്മാവും ഒക്കെ ഉള്ളറിഞ്ഞിട്ട് മാഷ് പറഞ്ഞു. അതിൻ്റെ അപ്പുറം എനിക്ക് പുസ്തകത്തെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. പുസ്തകം ബാക്കി പറഞ്ഞുകൊള്ളും. എല്ലാവരും വായിക്കുമെന്നും അതിൽ നിന്ന് ഓരോരുത്തർക്കും വേണ്ടത് ഉൾക്കൊള്ളുമെന്നും. പല അടവുകൾ ഉണ്ടാവും, സ്വാഭാവികമായിട്ടും എല്ലാ പുസ്തകത്തിനും ഉണ്ടാവും. ഓരോരുത്തർക്കും വേണ്ടത് എടുക്കാനുള്ള ഇടം അത് ആ തോറ്റത്തിലുണ്ടാവും. പൊട്ടൻ തെയ്യത്തിന്റെ തോറ്റമാണ് ഞാൻ പുസ്തകത്തിന് അടിയാധാരമായിട്ട് എടുത്തിട്ടുള്ളത്. ആ തോറ്റം തന്നെ പല ലെയറുകളായിട്ട് നിൽക്കുന്നതാണ്. അതിന് എൻ്റെ വായന നിങ്ങളെ സഹായിക്കുമെന്ന് മാത്രം പറയുന്നു. പുസ്തകം നിങ്ങളോട് സംസാരിക്കും. ഞാൻ സംസാരിക്കുന്നതിൽ കൂടുതൽ നന്നായി നിങ്ങൾ ഓരോരുത്തരുമായി സംവദിക്കും. തിരിച്ച് നിങ്ങൾക്കും ആ പുസ്തകത്തോട് പറയാനുണ്ടാവും, പുസ്തകം എഴുതിയ ആളോട് പറയാനുണ്ടാവും. അത് കേൾക്കാൻ, അത് മനസ്സിലാക്കാൻ എനിക്ക് വലിയ സന്തോഷവും താല്പര്യവുമുണ്ട്. അതിന് ഞാൻ വെയിറ്റ് ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു അവസരം തന്ന ബുക്ക് പ്ലസിന് വലിയ സന്തോഷവും എത്തിച്ചേർന്ന എല്ലാവർക്കും ഉള്ളിൽ നിന്നുള്ള നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു.